നാം ട്രംപ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു അഗ്രസീവായി പെരുമാറി ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ വഴിതെളിക്കുമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇപ്പോൾ നിരന്തരം ഉണ്ടാകുന്നത് ഒരു സമാധാനത്തിൻ്റെ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താൻ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്, താൻ അത്തരം നടപടികളെ തടയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇനി ഒരു നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരുമോ ഒരു സമാധാനത്തിനുള്ള? അത് ഒരുപക്ഷെ അതാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് സംശയം തോന്നുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം വാങ്ങിയ മുൻ പ്രസിഡന്റുമാരുണ്ട്. ലോക സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവരുടെ അക്ഷീണ പ്രയത്നം. ട്രംപിനെ ലോകം കാണുന്നത് പോലെ ആകണമെന്നില്ല ട്രംപ് ലോകത്തെ കാണുന്നത്. അതാണ് വ്യത്യാസം. ഇവിടെ താൻ സമാധാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. എല്ലാ യുദ്ധങ്ങളും ഞാൻ ഇടപെട്ട് അവസാനിപ്പിക്കും എന്നത് തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തി. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അൾട്ടിമേറ്റം കൊടുത്തു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യയിൽ റിയാദിൽ അദ്ദേഹം തൻ്റെ പ്രതിനിധികളെ അയച്ച് റഷ്യയുമായി സംസാരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ഇദ്ദേഹമായി തുടങ്ങുന്ന, ട്രംപായി തുടങ്ങി വെക്കുന്ന പുതിയ പോർ മുഖങ്ങൾ അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അയവ് വരുത്താൻ വേണ്ടി ട്രംപ് ശ്രമിക്കുമ്പോൾ അമേരിക്ക നേരിട്ട് പല സംഘർഷ അവസരങ്ങളും സൃഷ്ടിക്കുന്നു. അത് ട്രംപിൻ്റെ പ്രേരണയാൽ എന്നൊരു നിഗമനം. അല്ല, ഒരു ഭാഗത്ത് അദ്ദേഹം ഈ വിവാദ പ്രസ്താവനകൾ നടത്തി പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് പതിവാണല്ലോ. പ്രത്യേകിച്ച് ഇദ്ദേഹം വരുമ്പോഴെല്ലാം നമ്മുടെ ഒരു സംശയം ഇറാനുമായ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന രീതിയിലാണ്. ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കുന്ന നടപടികൾ അദ്ദേഹം മുൻപ് അധികാരത്തിലിരുന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. മുൻകാലങ്ങളിൽ രണ്ട് ലോക മഹായുദ്ധങ്ങളും സംഭവിച്ചത് ചെറിയ സംഭവങ്ങൾ മറ്റ് രാജ്യങ്ങൾ ഏറ്റുപിടിച്ച് അത് പർവ്വതീകരിച്ച് എല്ലാ രാജ്യങ്ങളും യുദ്ധമുഖത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെ യുദ്ധം ഉണ്ടാകണമെങ്കിൽ ഇവിടെ രണ്ട് ഗ്രൂപ്പിംഗായി ലോകം നിൽക്കുകയാണ്. ഒരു ബ്രോഡർ ലെവലിൽ ഒരു വശത്ത് ഇറാൻ നിൽക്കുന്നു. ഇറാനോടൊപ്പം എന്ന് പറയാനാവില്ല എങ്കിലും ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് അനുരൂപമായി നിൽക്കുന്നത് ചൈനയും ഒരു പരിധിവരെ റഷ്യയും ഒക്കെ തന്നെയാണ്. മറുപക്ഷത്തെ ഇസ്രായേലും അതുപോലെ ഇസ്രായേലിനോട് മമതയുള്ള അമേരിക്കയും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളും. ഇതൊരു കൺവെൻഷണൽ പാറ്റേൺ ആണ്. പക്ഷേ ഈ പാരഡൈം മാറ്റിക്കൊണ്ടുവരാൻ ഈ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ടുപേരും ഒരേ തുല്യ ശക്തികളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അമേരിക്കയ്ക്ക് എതിരാളി ഇപ്പോൾ ലോകത്തുണ്ടോ? അങ്ങനെയാണ് ഒരു എതിരാളിയായിട്ട് നാം കാണേണ്ടത് റഷ്യ ആയിരിക്കും, അല്ലെങ്കിൽ ചൈന ആയിരിക്കും. ഈ രണ്ട് രാജ്യങ്ങളും അങ്ങനെ നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കാനോ അവരോടൊപ്പം ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന സാധ്യതയുള്ളൂ. അങ്ങനെ ഇറാൻ ഒരു ശക്തിയായി കാണാൻ കഴിയുമോ? ഇറാൻ എന്നത് ശക്തി എന്നല്ലത്, അച്ചുതണ്ട് ശക്തി എന്ന നിലയിലല്ല ഞാൻ കണ്ടത്. ഇറാൻ എന്നത് സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലെ ഒരു അംഗം. ഇസ്രായേൽ ലോകത്തെ വൻ ശക്തിയൊന്നുമല്ല, പക്ഷേ സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകൾ. ആ സംഘർഷത്തിലേക്ക് വലിയ രാജ്യങ്ങൾ, അതിശക്തരായ രാജ്യങ്ങൾ കടന്നു വരുമ്പോഴാണ് ലോകയുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ അമേരിക്കയും റഷ്യയുമോ അമേരിക്കയും ചൈനയും തമ്മിലോ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാധ്യതകളില്ല. ട്രംപ് പറയുന്നതിൻ്റെ മൂന്നാം ലോകമഹായുദ്ധം ഒഴിവാകുമെന്ന് ട്രംപ് പറയുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് യൂറോപ്പും അമേരിക്കയും ഒരു വശത്തും റഷ്യ, ചൈന അതിനോടൊപ്പമുള്ള മറ്റ് രാജ്യങ്ങൾ മറുവശത്തുമായ ഒരു സന്തുലിതാവസ്ഥ ഇനി ഉണ്ടാവില്ല. റഷ്യയെ അമേരിക്കയുടെ ഒരു അടുത്ത രാജ്യമായി ട്രംപ് കാണുന്നു. അങ്ങനെയെങ്കിൽ റഷ്യ ക്യാൻ ബി പ്ലക്കേറ്റഡ്. അപ്പോൾ റഷ്യ അമേരിക്ക ചങ്ങാത്തമുണ്ട് എങ്കിൽ, ചങ്ങാത്തം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിൻഡ് പീസാണ്, അതുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകില്ല. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയുമായി ഉള്ളത് ഒരു ഭൗതിക യുദ്ധമല്ല, മറിച്ച് വ്യാപാര യുദ്ധത്തിന് സാധ്യതകൾ. അത് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യയെ പോലെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയോട് സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമായിട്ട് പോലും വ്യാപാര യുദ്ധം. അപ്പോൾ യുദ്ധത്തിന് ട്രംപിൻ്റെ നിർവചനം വ്യാപാര യുദ്ധമെന്നാണ്. അതുണ്ടാകും, അത് നിരന്തരം ഉണ്ടാകും. അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ അതുണ്ടാകും. പക്ഷേ ഭൗതികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിൽ നിന്നും പരമാവധി മാറി നിൽക്കണം. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് വളർന്നു വരുന്നതിന് അനുകൂലമായൊരു നയമാകില്ല ട്രംപ് എടുക്കുന്നത് എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ ട്രംപിൻ്റെ ഈ നിലപാടുകൾ ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ? കാരണം ഇത്തരം നിരന്തരം ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം വലിയ തിരിച്ചടിയാകുമോ? വിവാദങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായി അവസാനിക്കാൻ വേണ്ടി ട്രംപ് ഉണ്ടാക്കിയെടുക്കുന്ന വിവാദങ്ങളാണ്. കാനഡ
പിന്നെ കാനഡ അമേരിക്കയുമായി ചേർന്ന് നിൽക്കണമെന്ന് പറയുമ്പോഴും സൂയസ് കനാലിൻ്റെ വിഷയത്തിലും അതും അല്ല എങ്കിൽ ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴും എല്ലാം തന്നെ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവട സാധ്യത ട്രംപ് എന്ന കച്ചവടക്കാരൻ കാണുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രവർത്തന രീതിയാണ്. അത് ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്ന് ചോദിച്ചാൽ സംഘർഷത്തിലേക്കും ഇൽവിലിലേക്കും കലാശിക്കും. അത് മറ്റ് രാജ്യങ്ങൾ ഏറ്റുപിടിക്കുമ്പോഴാണ് അവിടെ യുദ്ധമുണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഗാസ, ഈ ഗ്രീൻലൻഡിൻ്റെ വിഷയത്തിലും പാനമ കനാൽ വിഷയത്തിലും അത്രയധികം സംഘർഷം ഉണ്ടാവില്ലായിരിക്കും. ഒരുപക്ഷെ അത് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഗാസ ഏറ്റെടുക്കാനായി ട്രംപ് നീങ്ങുകയാണെങ്കിൽ ചൈന പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇടപെടുമെന്ന അർത്ഥത്തിലല്ല, പക്ഷേ അത് അതിശക്തമായി അതിനെ എതിർക്കും. പലസ്തീനിയൻസിന്, അറബികൾക്ക് അവകാശപ്പെട്ട ആ പ്രദേശത്ത് ഒരു വൈറ്റ് അമേരിക്കൻ ഫോഴ്സ്, ഡെമോക്രാറ്റിക് അമേരിക്ക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡെമോക്രാറ്റിക് അമേരിക്ക, സിവിലൈസേഷൻ എൻറ്റിറ്റി അവിടെ അറബ് ലോകത്ത് വരുന്നത് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പൺ ഇടപെടൽ, ചൈനയ്ക്കൊരു ഇടപെടലിൻ്റെ അന്തരീക്ഷം വരികയാണ്. അങ്ങനെ ഇടപെടുമോ എന്നത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഒരു ഇടപെടൽ ഒഴിവാക്കാനുള്ള എല്ലാ സമവായ ശ്രമങ്ങളും നോക്കും. വ്യാപാര യുദ്ധത്തിലേക്ക് മാത്രം, ഭൂമി ഏറ്റെടുക്കൽ, വ്യാപാരം, കച്ചവടം, റിയൽ എസ്റ്റേറ്റ് എന്നതിലേക്ക് മാത്രം പോരാട്ടങ്ങൾ ഒതുക്കുക എന്നതായിരിക്കാം നമ്മൾ ഈ ട്രംപിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ മുൻകാലങ്ങളിലെല്ലാം ഈ യുദ്ധത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്, എങ്ങനെ മറ്റൊരു സ്ഥലം പിടിച്ചെടുക്കാമെന്ന ചിന്തയിൽ. ഇന്ന് ആ രാജ്യങ്ങളെല്ലാം വികസനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തങ്ങളുടെ ജനങ്ങളും അതോടൊപ്പം തന്നെ രാജ്യവുമെല്ലാം ബുദ്ധിമുട്ടിലാകുമെന്ന് ഇന്ന് ഓരോ രാജ്യവും തിരിച്ചറിയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ ട്രംപിന്റെ ഇത്തരം പ്രസ്താവന, ഈ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നൊരു പ്രസ്താവന ഒരു വീമ്പു പറച്ചിൽ മാത്രമായി കണ്ടാൽ പോരെ? കാരണം രാജ്യങ്ങൾക്ക് തന്നെ താല്പര്യമില്ലല്ലോ ഈ ഇനിയൊരു യുദ്ധം ഉണ്ടാകുക എന്നത്. ഇനിയൊരു യുദ്ധം ഉണ്ടാവും എന്ന് ആരും ഇപ്പോൾ കരുതില്ല. കാരണം ലോകം ആണവ പോർമുനകളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ആണവ യുദ്ധം ആർക്കും പൂർണ്ണമായി വിജയിക്കാനാവില്ല. അതൊരു ബാലൻസ്ഡ് ഔട്ട് ചെയ്തു പോകും. മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, MAD എന്നാണ് അതിൻ്റെ ഫോർമുലയുടെ പേര്. ആണവായുധം ഉപയോഗിച്ച് യുദ്ധം നടത്തിയാൽ മറുപക്ഷത്ത് തിരിച്ച് ആണവായുധം പ്രയോഗിക്കപ്പെടുമ്പോൾ ഈ അഡ്വാൻറ്റേജ് മുഴുവൻ നള്ളിഫൈ ചെയ്യപ്പെടുകയും സമ്പൂർണ്ണ തകർച്ചയാണ്, ലോകത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയാണ്. അതുകൊണ്ട് ആണവ പോർമുനകളെ ഡിറ്ററൻറ്റ്, പ്രതിരോധം അല്ലെങ്കിൽ ഡിറ്ററൻറ്റ്, വേറൊരു രാജ്യം ആക്രമിക്കാതിരിക്കുന്നതിനുള്ള ഒരു പ്രതിരോധം, ഒരു മുൻകരുതൽ എന്ന നിലയിൽ മാത്രമാണ് ആണവ പോർമുനകളെ കാണുന്നത്. എന്നാൽ പരമ്പരാഗത ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ് പ്രഹരശേഷിയും മൂർച്ചയും പ്രിസിഷനും. ഗൈഡഡ് മിസൈലുകളാണെങ്കിലും പ്രിസിഷനും മിസൈലുകളുടെ വേഗതയും, ശബ്ദാതി വേഗതയുള്ള മിസൈലുകൾ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നോക്കുന്നത്. അതുമാത്രമല്ല, ഒരു ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ, കൊളാറ്ററൽ ഡാമേജുകൾ ഉണ്ടാകാതെ ടാർഗറ്റിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ്. അപ്പോഴും ആ ശ്രമം പരാജയപ്പെടുന്നത് നമ്മൾ ഗാസയിൽ കണ്ടു. ഗാസയിൽ ഓവറോൾ ഡിസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത്. ഉക്രൈനിൽ സംഭവിച്ചതും ഏതാണ്ട് ടോട്ടൽ ഡിസ്ട്രക്ഷൻ, കൊളാപ്സാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിസിഷൻ ബോംബിംഗ് ഉണ്ട് എന്ന് പറയുമ്പോഴും അത് വലിയ ഡാമേജുകൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സംഘർഷത്തിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായി ലോകത്തൊന്നും മാഞ്ഞു പോയിട്ടില്ല. പക്ഷേ അത് ലോകയുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾ വിചാരിക്കണം, അമേരിക്കയും ചൈനയും വിചാരിക്കണം. റഷ്യ മുൻപത്തെ പോലെ വലിയൊരു ശക്തിയല്ല, പക്ഷേ ഏറ്റവും അധികം ആണവ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യം ഇപ്പോഴും റഷ്യ തന്നെയാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ, മൂന്ന് രാജ്യങ്ങൾ, റഷ്യ, ചൈന ആൻഡ് അമേരിക്ക, ഈ മൂന്ന് രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കില്ല എന്ന ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു അദൃശ്യ കരാർ, അലിഖിത കരാർ ഉണ്ടെങ്കിലും അത് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിലും ലോകമഹായുദ്ധം ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സാർ പറഞ്ഞു വരുന്നത് ഭാവിയിൽ ഒരു ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല ഈ ലോകത്തെ കാത്തിരിക്കുന്നത്, അതൊരു വ്യാവസായിക യുദ്ധമാണല്ലേ. വ്യാവസായികമായ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ലോകം കാത്തിരിക്കുന്നത്. ഭാവിയിൽ രാഷ്ട്രങ്ങൾ പോലും ഉണ്ടാവില്ല. എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ലാസ്റ്റ് മാൻ എന്നാണ് ഫ്രാൻസിസ് ഫുക്കിയാമ പറഞ്ഞു വെക്കുന്നത്. അതിനർത്ഥം ഈ ചരിത്രം അവസാനിക്കുന്നു. രാഷ്ട്രങ്ങൾ, ഇതൊരു ഈ രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ ഇന്നത്തെ നില തന്നെ ഏതാനും 1-2 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ള ഈ രൂപത്തിൽ രാജ്യങ്ങൾ വന്നിട്ട് രണ്ടാം ലോകമഹായുദ്ധാനന്തരമാണ് ലോകരാജ്യങ്ങളുടെ എണ്ണം, ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ എണ്ണം പ്രോളിഫറേറ്റ് ചെയ്ത് ഇന്ന് 197 രാജ്യങ്ങൾ എന്ന പട്ടികയിൽ എത്തിച്ചേരുന്നത്. മുൻപ് സാമ്രാജ്യങ്ങളായിരുന്നു, അല്ലെ ചെറിയ രാഷ്ട്രങ്ങളായിരുന്നു. ആ പാറ്റേൺ മാറി. ഈ പാറ്റേൺ ഇനിയും മാറും. ഇന്നത്തെ പാറ്റേൺ മാറി ഗ്ലോബൽ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളായി മാറും. അപ്പം ദേശരാഷ്ട്രങ്ങൾക്ക്, നേഷൻ സ്റ്റേറ്റിന് അധികകാലം ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ്?
ദേശത്തിന് സൈന്യം എന്ന് പറയുമ്പോൾ ദേശീയത ആളിക്കത്തുകയാണ് ഇപ്പോൾ. അത് അണയാൻ പോകുന്നതിന് മുമ്പുള്ള തീവ്ര ദേശീയതയുടെ ആളിക്കത്തലാണ് റൈറ്റ് വിങ് നാഷണലിസം. അതിനോടൊപ്പം ചേർന്ന് റൈറ്റ് വിങ് ഷിഫ്റ്റ്, വലതുപക്ഷ വ്യതിയാനം ലോകത്ത് സംഭവിക്കുന്നു. അത് രാഷ്ട്രങ്ങൾ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തൽ മാത്രമാണ്. അത് കഴിയുമ്പോൾ ലോകക്രമം തന്നെ മാറി മറിയുന്നു. അവിടെ അപ്പോൾ യുദ്ധത്തിന് പ്രസക്തിയില്ല എന്നതും പ്രധാനമാണ്. അവിടെ ബിസിനസ്സിൻ്റെ പ്രസക്തി മാത്രമാണുള്ളത്. ഓരോ മേഖലയും അതത് ഒരു രീതിയിൽ സെൽഫ് റിവോൾവിങ് സംവിധാനമായി ഒരു എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ഓർഡറായി വരികയാണ്, വികേന്ദ്രീകൃതമായ ഒരു ഘടനയായി വരികയാണ്. അപ്പോൾ അവിടെ ദേശീയതയ്ക്കും രാഷ്ട്രത്തിനും ഭാഷയ്ക്കും ഒന്നും പ്രാധാന്യമില്ല. അതുമാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ റീപ്ലേസ് ലാംഗ്വേജസ് ആൻഡ് ലോട്ട് ഓഫ് അതർ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങൾ നാളെ ആ രാജ്യങ്ങൾ പ്രസക്തമല്ല. കാരണം ഇന്നലകളിൽ ഈ പേരുള്ള രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇന്ന് പേര് പറയുന്ന പല രാജ്യങ്ങളും ഉണ്ടായിരുന്നില്ല. നാളുകളിലും അതുണ്ടാവില്ല എന്ന് ഒരു സാമാന്യ ബുദ്ധി അനുസരിച്ച് കാണാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.